കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാവണം? രമേശ് ചെന്നിത്തല ആവണോ, വി ഡി സതീശനാവണോ, അതോ കെ സി വേണുഗോപാൽ ആവണോ? നിങ്ങൾ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. ആരാവാനാണ് യോഗ്യത? യോഗ്യൻ ആരാണ് മുഖ്യമന്ത്രി ആവാൻ? നിങ്ങൾ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ടും കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം കഴിഞ്ഞ ഒരു 5 വർഷ കാലയളവിൽ ഈ യു ഡി എഫിന് കൊടുത്തൊരു മൈലേജ്, യു ഡി എഫ് എന്നൊരു പ്രസ്ഥാനത്തിനെ ഈ ഒരു രീതിയിലാക്കിയത് വി ഡി സതീശൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ. പിന്നെ പ്രതിപക്ഷ നേതാവും കൂടിയാണ്. ഇപ്പം അടുത്തൊരു സി എം ഇപ്പം ഒരു പ്രസ്ഥാനം ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭരണത്തിൽ ഒരു ഭരണത്തിലേക്ക് വിജയത്തിന് വേണ്ടിയിട്ട് നയിച്ചൊരു വ്യക്തി ആരാണോ പ്രതിപക്ഷത്തിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്, ആ വ്യക്തി തന്നെയല്ലേ ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി ആവേണ്ടത്. പിന്നെ എവിടെയോ കടന്ന് ഈ ഒരു പ്രസ്ഥാനത്തെ ഏതോ കുഴിയിൽ വരെ പോയിട്ട് മണ്ണിട്ട് മൂടി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട് ഈ ഒരു പ്രസ്ഥാനത്തെ എടുത്ത് പൊടി തട്ടി പിടിച്ചിരിക്കുന്ന പൊടിയെല്ലാം തട്ടിപ്പിടിച്ച് തൂത്തുവാരി അതിനെ ഉയർത്തിക്കൊണ്ട് വന്നൊരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശൻ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. വളർന്നു വരുന്ന യുവാക്കൾക്ക് പിന്തുണ കൊടുത്ത്, യുവാക്കൾക്ക് സപ്പോർട്ട് കൊടുത്ത് ആ യുവാക്കളെ ഇറക്കി ഈ പറഞ്ഞിട്ടുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തനം ചെയ്തു യു ഡി എഫിന് നല്ലൊരു മൈലേജ് തന്നെ കൊടുത്തൊരു വ്യക്തിയാണ് ഈ വി ഡി സതീശൻ. അതുപോലെ ഇപ്പം ഷാഫി പറമ്പിലായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടമായിക്കോട്ടെ, ഈ വി ഡി സതീശൻ്റെ ഈ ഒരു കാലഘട്ടത്തിലൂടെ, ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ ഈ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ഇത്രയും തരംഗമായി മാറിയത്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ നോക്ക്, അതുപോലെ ഷാഫി പറമ്പിലിനെ നോക്കും. ഇതിനു മുമ്പ് ഈ യുവാക്കളെയൊന്നും ജനങ്ങൾക്ക് അറിയത്തു പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇവരെയൊക്കെ അറിയപ്പെടാനും കാരണം വി ഡി സതീശൻ കൊടുത്തൊരു സപ്പോർട്ട് തന്നെയാണ്, അല്ലേ? ഇവർക്ക് കൊടുത്തൊരു സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല 2016 തൊട്ട് 2021 വരെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞിട്ടുള്ള യു ഡി എഫിന് എന്ത് മൈലേജാണ് കിട്ടിയിട്ടുള്ളത്? എന്ത് യു ഡി എഫ് എന്നൊരു പ്രസ്ഥാനത്തിന് താഴോട്ട് പോയതല്ലാതെ മേലോട്ട് കയറി വന്നിട്ടുണ്ടോ? ഇല്ല. അതുപോലെ കെ സി വേണുഗോപാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ്, ഓക്കെ. പക്ഷേ പുള്ളി ഇപ്പം പുള്ളി പാർലമെൻറ്റിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പുള്ളി പാർലമെൻറ്റുമായിട്ട് പുള്ളിക്ക് അങ്ങ് പോയാൽ പോരെ. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഇപ്പം ഇലക്ഷനുപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്ന് വി ഡി സതീശൻ കൊടുത്തൊരു ഒരു എനർജി ഉണ്ടല്ലോ, യു ഡി എഫ് പ്രവർത്തകർക്കും യു ഡി എഫ് പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ പുള്ളി ഓടി നടന്ന് അങ്ങ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെ പുള്ളി നടത്തിയ ഈ ഒരു പ്രവർത്തനങ്ങളും ഓരോ മണ്ഡലങ്ങളിൽ ഓടി നടന്ന് പുള്ളി ചെയ്തിട്ടുള്ളതൊന്നും, ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളതൊന്നും ആർക്കും അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും വി ഡി സതീശൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ. ഇപ്പം നിലവിലുള്ള ആളുകളിൽ യോഗ്യൻ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പുള്ളി എടുത്ത നിലപാട് ശരിയാണെന്ന് വെച്ചാൽ ഒട്ടും ശരിയായില്ല. കാരണം വി ഡി സതീശൻ തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്, ആ ഒരു വിഷയത്തിൽ മാത്രമേ എനിക്ക് പുള്ളിയോട് വിയോജിപ്പുള്ളൂ. കാരണം പുള്ളി ഇതുപോലെ ഒരു അമൃത ടി വിയിലൊരു ഷോയിൽ എന്തോ പരിപാടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അതിനകത്ത് കണ്ടത് പുള്ളി ഡിജിറ്റൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ മീഡിയയിൽ എന്ത് വന്നാലും ഞാൻ ആദ്യം വിശ്വസിക്കത്തില്ല, അതിനെ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷമേ വിശ്വസിക്കൂ. പക്ഷേ രാഹുൽ എന്നൊരു വ്യക്തിയുടെ കേസിനകത്ത് വി ഡി സതീശൻ എടുത്തൊരു നിലപാട് തെറ്റ് തന്നെയാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാതെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയോട് പോലും ചോദിക്കാതെ എടുത്തൊരു നിലപാട്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് അനുയോജ്യനായിട്ടുള്ളൊരു വ്യക്തി വി ഡി സതീശൻ തന്നെയാണ്. അയാൾ ഈ പറഞ്ഞിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ ആരെങ്കിലും പറയൂ ഈ പ്രസ്ഥാനം തോറ്റു കഴിഞ്ഞാൽ, ഈ പ്രസ്ഥാനം ഈ പറഞ്ഞ ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. എന്നിട്ട് എന്താണ് വി ഡി സതീശൻ പറഞ്ഞത്? ഇത് തോറ്റു കഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നട്ടലും ചങ്കൂറ്റത്തോടുകൂടിയാണ് പുള്ളി ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ തോൽവി സംഭവിച്ചാൽ അത് ഏറ്റെടുക്കുമെന്ന് ജനങ്ങളോട് പറഞ്ഞത്. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തോറ്റു കഴിഞ്ഞാൽ അത് ഞാൻ ഏറ്റെടുത്തോളാം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കിടന്ന് അടിപിടി കൂടുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 5 കൊല്ലം പണിയെടുത്ത വ്യക്തികൾക്കല്ലേ ഒരു മുൻതൂക്കം കൊടുക്കേണ്ടത്? അത് വി ഡി സതീശൻ തന്നെ കൊടുത്തേ പറ്റൂ. വി ഡി സതീശൻ തന്നെ ആവണം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഒരു വാർത്ത വയ്ക്കാം, അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ.
ക്ലെയിം ഉറപ്പിക്കുകയാണ്. സ്വാഭാവികമായും നേരത്തെ കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ അനുകൂലമായി MLA-മാർ കൂടുതലുണ്ടാകും. വി.ഡി. സതീശന് നിയമസഭാ കക്ഷിയിൽ തന്റെ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിയില്ലെന്നത് വെല്ലുവിളി ഉണ്ടെന്ന്. പക്ഷേ ഇനി സാഹചര്യങ്ങൾ മാറും. നേരത്തെ ആടി നിന്നവർ പോലും അല്ലെങ്കിൽ മറുപക്ഷത്ത് നിന്നവർ പോലും ഒരുപക്ഷെ ഈ കെ.സി. വേണുഗോപാലിനൊക്കെ പിന്തുണയുമായി സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങൾക്കുമൊക്കെ മുന്നിൽ വന്ന ആളുകൾ പോലും ഇന്നലെ വ്യത്യസ്തമായ സ്വരം കേട്ടത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നിന്നാണ്. മത്സരിച്ചവർ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നില്ലല്ലോ എന്നൊരു അഭിപ്രായം. പക്ഷേ അത്ര എളുപ്പമാകില്ല ഇനി കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നുവരാനും വി.ഡി. സതീശനെ മാറ്റാനും ഹൈക്കമാൻഡിന്റെ പിന്തുണ ആർജിക്കാൻ അത്ര എളുപ്പമാകില്ല. കാരണം വി.ഡി. സതീശൻ അത്ര വലിയ വിജയമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, താൻ പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുക്കുമ്പോൾ സോണിയാഗാന്ധി പറഞ്ഞിരുന്നു സതീശൻ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ എല്ലാ പേരോടും പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാക്കുന്നത്. ആ വിശ്വാസം താൻ കാക്കുമെന്ന ഉറപ്പ് സോണിയാഗാന്ധിക്ക് നൽകിയിരുന്നു. അതാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അവിടെയും സതീശൻ തന്റെ ക്ലെയിം കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയാണ്. വിജയത്തിന്റെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് പോലും പറഞ്ഞത് പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കും. അവിടെ വിജയത്തിന് ടീം UDF-ന് ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴും ആ ക്രെഡിറ്റിൽ വലിയൊരു പങ്ക് വി.ഡി. സതീശനുണ്ടാകും. മാത്രമല്ല ഘടകകക്ഷികളെ കൂട്ടിക്കൊണ്ട് എതിർ നീക്കം നടത്താൻ ആർക്കും കെൽപ്പുണ്ടാകില്ല. ലീഗിന് 22 സീറ്റ് ഉണ്ടെങ്കിൽ പോലും 63 എന്ന വലിയ നമ്പറിൽ കോൺഗ്രസ് എത്തുന്നു. കേരള കോൺഗ്രസിന് 7 സീറ്റ് ലഭിക്കുന്നു. അങ്ങനെ ഘടകകക്ഷികളെല്ലാം വലിയ ശക്തിയായി മാറുമ്പോഴും സതീശനൊപ്പം നിൽക്കാൻ തന്നെയാണ് അതിലും സാധ്യത. അങ്ങനെ അല്ലെങ്കിൽ ഒരുപക്ഷെ കെ.സി. വേണുഗോപാൽ മറ്റൊരു നീക്കം നടത്തിയേക്കാമെന്ന ഒരു വിലയിരുത്തൽ ഇപ്പോഴുണ്ട്. അത് രമേശ് ചെന്നിത്തലയെ 2.5 വർഷമെങ്കിലും മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു നിർദ്ദേശവുമായി കെ.സി. വേണുഗോപാലിനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ സതീശനെ ഒഴിവാക്കാൻ അത്തരമൊരു നീക്കം ഒരുപക്ഷെ കെ.സി. നടത്തിയേക്കാം. പക്ഷെ അതൊന്നും എളുപ്പമല്ല. ഇപ്പോൾ വി.ഡി. സതീശൻ ക്യാബിനറ്റ് തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരം ചില ചർച്ചകളും സതീശനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും തുടങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അവരുടെ നേതൃയോഗങ്ങളിലേക്കും മറ്റ് നടപടികളിലേക്കും കടക്കും. നിയമസഭാ കക്ഷി യോഗം തന്നെയാകും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. ഓക്കെ, ഇവിടെ കെ.സി. വേണുഗോപാലിന് ആവാൻ സാധിച്ചില്ലെങ്കിൽ കെ.സി. വേണുഗോപാലിൻ്റെ പേരൊക്കെയാണ് ഒരുപാട് ആളുകൾ പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും അങ്ങനെ കെ.സി. വേണുഗോപാൽ കഴിവില്ലാത്തൊരാളെന്നല്ല, യോഗ്യനല്ലെന്നല്ല, യോഗ്യൻ തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പറഞ്ഞിട്ടുള്ള വി.ഡി. സതീശൻ എന്നൊരു വ്യക്തി ഈ ഒരു പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കും. അപ്പം എന്തുകൊണ്ടും യോഗ്യൻ അയാൾ തന്നെയാണ്. ഇവിടെ സോണിയാഗാന്ധി വരെ പുള്ളി പ്രതിപക്ഷ നേതാവ് ആവണം, വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് ആയാൽ മാത്രമേ വിജയ സാധ്യത അടുത്ത 5 കൊല്ലത്തിന് ശേഷം ഭരണം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് പുള്ളി തന്നെ പ്രതിപക്ഷ നേതാവ് ആവണമെന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധി വരെ ആ ഒരു കാര്യം പറഞ്ഞ് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു കലിബർ കണ്ടിട്ട് തന്നെയാണ്, പുള്ളിയുടെ ആ ഒരു പുള്ളിയുടെ ആ ഒരു കേപ്പബിലിറ്റി കണ്ടിട്ട് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. എന്നാൽ പിന്നെ അന്നേ അങ്ങ് ഈ പറഞ്ഞിട്ടുള്ള വേറെ ആർക്കെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൊടുത്താൽ പോരായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കായിരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് 2016 തൊട്ട് 2021 വരെ ഇരുന്നിട്ട് എന്ത് കുന്തമാണ് UDF-ന് നേടിക്കൊടുത്തത്, എന്ത് കുന്തമാണ് ഉണ്ടാക്കി കൊടുത്തത്. UDF-ൻ്റെ ഉള്ള ബലവും കൂടെ താഴോട്ട് കളഞ്ഞല്ലേ ഈ പുള്ളി ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള അന്ന് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ഉമ്മൻചാണ്ടിയുടെ പുറകിൽ നിന്ന് കുത്തിയതെല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് ഇയാൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തോ? ഒരു സപ്പോർട്ടും ചെയ്തില്ല. വായിൽ പഴം തിരികെ വെച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് കസേരയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ മിണ്ടാതിരുന്നു. മനസ്സിലായോ? ഇനി ഞാനിവിടെ ഒരു വാർത്തയും കൂടെ. ഇപ്പം 63 MLA-മാരോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം, ആ 63 MLA-മാരിൽ ആരാവണം നിങ്ങളെ അടുത്ത മുഖ്യമന്ത്രി CM എന്ന് അവർ ഭൂരിപക്ഷം പറയുന്ന ആളുകളെ വെച്ചായിരിക്കും ഇനി തിരഞ്ഞെടുക്കുന്നത് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ട് അതൊക്കെ ഒരു വല്ലാത്തൊരു മറ്റെടുത്ത പരിപാടിയാണ്. കാരണം അത് ചോദിക്കേണ്ട കാര്യം എന്തിനാണ്? പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വി.ഡി. പ്രതിപക്ഷ നേതാവ് ആരാണോ, പാർട്ടിയെ നയിച്ചത് ആരാണോ, 5 കൊല്ലം പാർട്ടിയെ നയിച്ച് പാർട്ടിയെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച ആരാണോ ആ വ്യക്തിയല്ലേ മുഖ്യനാവേണ്ടത്, CM ആവേണ്ടത്. മാത്രമല്ല ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ. ഇനി ഒരു വാർത്ത കൂടെ ഞാൻ ഇവിടെ വെച്ചാൽ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. 3-6 സർക്കാരിനെ നയിക്കും. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ച വി.ഡി. സതീശന് സ്വാഭാവികമായി ലഭിക്കേണ്ടതാണ് മുഖ്യമന്ത്രി പദമെന്നാണ് അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. സതീശൻ ആവർത്തിച്ചു പറഞ്ഞ 100-ലധികം സീറ്റിലേക്ക് UDF എത്തിയത് നിലപാടിനുള്ള അംഗീകാരമായി ഇവർ കരുതുന്നു.
മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ പിന്തുണയുണ്ടെങ്കിലും ജയിച്ച കോൺഗ്രസ് അംഗങ്ങളിൽ ചുരുക്കം പേരുടെ പിന്തുണയെ വി.ഡി. സതീശനുള്ളൂ. എം.എൽ.എമാരുടെ പിന്തുണയിലാണ് കെ.സി. വേണുഗോപാൽ പക്ഷത്തിന്റെ പ്രതീക്ഷ. 63-ൽ 52 പേരുടെയും പിന്തുണയുണ്ടെന്ന കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരുടെ അവകാശവാദം. കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള അടുത്ത ബന്ധം കെ.സി. വേണുഗോപാലിന് അനുകൂല ഘടകമാണ്. കെ.സിക്ക് മുഖ്യമന്ത്രിയാകണമെങ്കിൽ ലോക്സഭാംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കണം. അങ്ങനെയെങ്കിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഇതിൽ പാർട്ടിക്കകത്തും പുറത്തും വിമർശനങ്ങൾ ഉയരാനിടയുണ്ട്. 3 പേരിൽ സീനിയോറിറ്റി രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് പിന്തുണയ്ക്കുന്നവർ പറയുന്നു. 2011-ൽ സീനിയറായ ഉമ്മൻചാണ്ടിയെ നിർദ്ദേശിച്ചത് താനെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു. 24 പേരുടെ പിന്തുണയാണ് രമേശ് ചെന്നിത്തല ക്യാമ്പ് അവകാശപ്പെടുന്നത്. 3-ൽ ആർക്ക് നറുക്ക് വീണാലും മറ്റു 2 പേർ മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നത് വീണ്ടും രാഷ്ട്രീയ കൗതുകത്തിന് ഇടയാക്കും. ഓക്കെ, ഇവിടെ കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അറിയാൻ സാധിച്ച കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കില്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കും. രമേശ് ചെന്നിത്തല 2.5 കൊല്ലം മുഖ്യമന്ത്രി ആവണം, ബാക്കി 2.5 കൊല്ലം ഈ പറഞ്ഞിട്ടുള്ള വി.ഡി. സതീശനാവണമെന്നായിരിക്കും പറയുന്നത്. അതെന്തുവടേ എനിക്ക് മനസ്സിലാവുന്നില്ല. 2.5 കൊല്ലം ഒരാൾ മുഖ്യമന്ത്രി, 2.5 കൊല്ലം അടുത്തൊരാൾ മുഖ്യമന്ത്രി. ഇതെന്തോ വല്ല അലുവിയോ വല്ല മീനോ മത്തിയങ്ങണോ എന്നോ ഇങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട്. എന്തുവാണ് കഴിവുള്ള ഒരാളാണ് എന്ന് വെച്ചാൽ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള വീട്ടിൽ കുത്തിയിരിക്കുമല്ല, അടുത്ത 5 വർഷം കഴിഞ്ഞും ഭരണം പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി, നല്ലൊരു ഭരണം കാഴ്ച വയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ ഇനി നിങ്ങൾ നോക്കി, ഇത്രയും കഴിഞ്ഞ 5 കൊല്ലം വി.ഡി. സതീശൻ ഈ ഒരു യു.ഡി.എഫ് പ്രസ്ഥാനത്തിന് കൊടുത്തൊരു മൈലേജ്, ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സംഭവം അതിലൂടെയാണ് യു.ഡി.എഫിന് ഇത്രയും നല്ലൊരു വിജയസാധ്യത വരെ എത്തിച്ചത്. അതിനെയൊക്കെ തഴഞ്ഞുകൊണ്ട് അടുത്ത 5 കൊല്ലം മുഖ്യമന്ത്രി കസേരയിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു കഴിവും ഇല്ലാത്ത ഒരാളെ കയറ്റിയെടുത്തി കഴിഞ്ഞാൽ ഈ 5 കൊല്ലം വി.ഡി. സതീശൻ കഷ്ടപ്പെട്ട് നേടിക്കൊടുത്ത ഈ ഒരു വിജയം, പിന്നെ പിണറായി വിരുദ്ധതയും കൂടി ഉണ്ട്, ഇല്ലെന്നല്ല. പിണറായി വിജയനെ ഇഷ്ടമല്ലാത്ത ആളുകൾ കൂടെ സ്വന്തം പാർട്ടിയിലുള്ള ഭരണപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടെ വോട്ട് തിരിച്ചു കുത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ പണ്ടാരം ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ച് വോട്ട് ചെയ്ത ആളുകളുണ്ട്. പക്ഷേ അവിടെയും വി.ഡി. സതീശൻ എന്നൊരു വ്യക്തിയുടെ ആ ഒരു പ്രയത്നം നമുക്ക് കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പുള്ളി കൊടുത്തിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ ഭയങ്കരം തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഒരു ഡൗട്ട്സും ഇല്ല. അപ്പം അടുത്ത ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു കഴിവുമില്ലാത്ത ഒരാളെ പിടിച്ചിരുത്തി കഴിഞ്ഞ് അവസാനം 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആളുകൾ കാക്കിച്ച് തുപ്പുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അടുത്ത ഭരണം ആവുന്ന സമയത്തുണ്ടല്ലോ ഈ യു.ഡി.എഫിന് വോട്ട് കൊടുക്കത്തില്ല, പണ്ടാരം ഇവനൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന് പറയുന്നൊരു അവസ്ഥ വരരുത്. ഇപ്പോൾ പിണറായി വിജയനോട് ജനങ്ങൾ എന്താണ് പറയുന്നത്? ഈ നശിച്ച ഭരണം ഒന്ന് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു, ഇവനൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഭരണത്തിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടത് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരാവണം അടുത്ത മുഖ്യൻ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.